പഞ്ചാബിലെ ഫരീദാക്കോട്ടിലുള്ള ഫ്രാൻസിസ്കൻ ഇമാക്കുലേറ്റൻ സിസ്റ്റേഴ്സിന്റെ സാദിക് കമ്മ്യൂണിറ്റിയിൽ അംഗമായ സിസ്റ്റർ മേരി മേഴ്സിയുടെ അകാല വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി സന്യാസിനി സമൂഹം. 30 വയസ്സായിരുന്നു. പോലീസ് അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സിസ്റ്ററുടെ മരണം ആത്മഹത്യയാണെന്നും മരണത്തിൽ മറ്റ് അസ്വാഭാവികതയൊന്നുമില്ലെന്നും സന്യാസിനി സമൂഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ സന്യാസിനി സഭയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടായിരിക്കുന്നതാണെന്നും സഭയുടെ ഡെലിഗേറ്റ് വികാർ സിസ്റ്റർ മരിയ ഇന്ദിര വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രാവിലെ 6 മണിക്ക് സിസ്റ്റർ മേരി മേഴ്സിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സഹസന്യാസിനിമാർ ഉടൻ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുകയും പിന്നീട് മാതാപിതാക്കളുടെ അനുമതിയോടെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തുവെന്ന് സന്യാസിനി സമൂഹം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സിസ്റ്റർ മേഴ്സി മരണത്തിനു മുമ്പ് എഴുതിയിരുന്ന കുറിപ്പിൽ ആഗ്രഹം പ്രകടിപ്പിച്ചതനുസരിച്ച് സിസ്റ്ററുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുകയും സ്വന്തം ഇടവകയിൽ സംസ്കാരം നടത്തുകയും ചെയ്യുന്നതാണെന്ന് സഭയുടെ ഡെലിഗേറ്റ് വികാർ സിസ്റ്റർ മരിയ ഇന്ദിര വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ഇടവകാംഗമായ സിസ്റ്റർ മേരി മേഴ്സി തന്റെ മരണത്തിനു മുമ്പായി എഴുതിയിരുന്ന കുറിപ്പിൽ സ്വന്തം കുടുംബാംഗങ്ങളോടും സന്യാസ സഭയിലെ അംഗങ്ങളോടും ക്ഷമ യാചിച്ചിരുന്നതോടൊപ്പം സ്വന്തം ഇടവകയിൽ മൃതസംസ്കാരം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1881 ഇറ്റലിയിൽ സ്ഥാപിതമായ ഫ്രാൻസിസ്കൻ ഇമ്മാക്കുലേറ്റൻ സിസ്റ്റേഴ്സ് എന്ന സന്യാസ സഭ 1991 മുതൽ കേരളത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. സന്യാസിനിയാകണമെന്നുള്ള തീഷ്ണമായ ആഗ്രഹത്തോടെ 2008 സന്യാസ സഭയിൽ പ്രവേശിച്ച സിസ്റ്റർ മേരി മേഴ്സി 6 വർഷത്തെ പരിശീലനത്തിനും പഠനത്തിനും ശേഷം 2014 ഓഗസ്റ്റ് 2 തന്റെ ആദ്യ വ്രതവാഗ്ദാനം ചെയ്തു. മിഷൻ പ്രദേശത്ത് സേവനം ആരംഭിക്കുന്നതിനായി മറ്റ് 3 സഹസന്യാസിനിമാരോടൊപ്പം 2018 ഓഗസ്റ്റ് 21 പഞ്ചാബിലെ ഫരീദ്കോട്ടിലെത്തി. 2018 മുതലുള്ള പുതിയ സേവന മേഖലയിൽ സോഷ്യൽ വർക്കിങ്ങിനൊപ്പം MA പഠനവും സിസ്റ്റർ നടത്തിവരികയായിരുന്നു. മെയ് മാസത്തിൽ അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വന്ന സിസ്റ്റർ മേരി മേഴ്സി നിത്യവ്രതവാഗ്ദാനം ചെയ്യാനുള്ള ഒരുക്കത്തിനായി ജനുവരിയിൽ തിരിച്ചു കേരളത്തിലേക്ക് വരുവാനിരിക്കെയാണ് ഏവരെയും ദുഃഖിപ്പിക്കുന്ന സംഭവം നടന്നത്. ശാന്ത സ്വഭാവവും സേവന തൽപരതയും പ്രകടിപ്പിച്ചിരുന്ന സിസ്റ്റർ മേരി മേഴ്സിയുടെ അകാല മരണത്തിൽ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ സന്യാസ സമൂഹവും അതീവ ദുഃഖിതരാണെന്നും സിസ്റ്ററുടെ ആത്മാവിനു വേണ്ടിയും സിസ്റ്ററിന്റെ അകാല മരണത്തിൽ വേദനിക്കുന്ന മാതാപിതാക്കൾക്കും സന്യാസ സമൂഹാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുവെന്നും ഫ്രാൻസിസ്കൻ ഇമ്മാക്കുലേറ്റൻ സിസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ്, ദില്ലി.